ഹലോ എവ്രി വൺ, നീറ്റ് എക്സാമിനേഷൻ്റെ ഹിസ്റ്ററിയിൽ ചോദിച്ച ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. പല മെത്തേഡുകളിൽ ചെയ്യാം, ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കിക്കൊള്ളുക. ഇതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാനിപ്പോൾ പറയാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. കൺസിഡർ എ വാട്ടർ ടാങ്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ് ഹാസ് വൺ വാൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഒരു വാൾ നിൽക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലാണ് കേട്ടോ. പിന്നെ ആൻഡ് ക്യാൻ ബി ടേക്കൺ ടു ബി വെരി വൈഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ. ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്, സെഡ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ നേരെയാണ്. അപ്പം നമ്മുടെ നേരെ ഇത് ഇൻഫിനിറ്റ്ലി ലാർജ് ആണ് ഈ സർഫസ് കേട്ടോ. ടേക്കൺ ടു ബി വെരി വൈഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ. വെൻ ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് സർഫസ് ടെൻഷൻ എസ് ആൻഡ് ഡെൻസിറ്റി റോ, ദ ലിക്വിഡ് സർഫസ് മേക്സ് എൻ ആംഗിൾ തീറ്റ സീറോ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ സീറോ ആണ്. തീറ്റ സീറോ വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഫ് വൈ ഇസ് ദ ഹൈറ്റ് ഓഫ് ദ സർഫസ് ദെൻ ദ ഇക്വേഷൻ ഫോർ വൈ ആണ് ക്വസ്റ്റ്യൻ. പിന്നെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് തീറ്റ എക്സ് വെരി സ്മോൾ ആയതുകൊണ്ട് സൈൻ തീറ്റയോട് ഈക്വൽ ആയിരിക്കും, തീറ്റ ടാൻ തീറ്റയോടും ഈക്വൽ ആയിരിക്കും. ടാൻ തീറ്റയെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ആ പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ടാങ്കിൽ വാട്ടർ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ സർഫസ് അല്ലെങ്കിൽ മെനിസ്കസ് ആണ് ഈ കാണുന്നത്. ഇതാ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഈ സർഫസിനകത്ത് ഞാനൊരു സ്ലാബ് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ സ്ലാബ് കാണുന്നുണ്ടോ? അതിന് നമുക്കൊരു എലമെന്റൽ സ്ലാബ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വാട്ടറിന്റെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ. എന്നിട്ട് അതിന്റെ സർഫസിൽ ഇതുപോലെ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഈ ടിൽറ്റ്, ഈ ചരിവ് ഈ സർഫസിന് വരാനുള്ള കാരണം ഈ സർഫസ് ടെൻഷനാണ്. ഓക്കെ, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ അല്ല, സർഫസ് ടെൻഷന്റെ വെർട്ടിക്കൽ കമ്പോണന്റാ. സർഫസ് ടെൻഷൻ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നിവിടെ ഒന്നിവിടെ കണ്ടോ. അതില് തീറ്റയുടെ അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് ഇതാണ് തീറ്റ ആംഗിൾ. തീറ്റയുടെ അടുത്ത് കിടക്കുന്ന കമ്പോണന്റിനെ നമ്മൾ എസ് കോസ് തീറ്റ എന്ന് പറയും. തീറ്റയിൽ നകന്ന് കിടക്കുന്ന കമ്പോണന്റിനെ എസ് സൈൻ തീറ്റ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ലിക്വിഡ് സർഫസിന് ഇതുപോലൊരു കർവേച്ചർ കിട്ടാനുള്ള കാരണം ഈ വെർട്ടിക്കൽ കമ്പോണന്റ് കേട്ടോ. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് എഴുതാം. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് ഞാൻ എഴുതാൻ പോവാ കേട്ടോ. എത്രയെന്നറിയോ? എസ് സൈൻ തീറ്റ. അങ്ങനെ എസ് സൈൻ തീറ്റ മാത്രമാണോ? അല്ല, അത് ഈ കാണുന്ന സ്ലാബിന്റെ ലെങ്ത്തിൽ മുഴുവൻ ഉണ്ടാവും. ദാ ഇവിടെ എസ് സൈൻ തീറ്റ ഉണ്ട്, ഇതുപോലെ എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ അല്ലേ. അവർക്കൊക്കെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. സോറി, എസ് സൈൻ തീറ്റ, 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 ഇങ്ങനെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ ത്രൂ ഔട്ട് ദ ലെങ്ത് ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ശരിയാണോ? അത് ഇസഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെ എസ് സൈൻ തീറ്റ ഇൻറ്റു ഇസഡ് എന്ന് എടുക്കും. അതാണ് ഇക്വേഷൻ നമ്പർ 1. കാരണം ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ, എസ് സൈൻ തീറ്റ എലോങ് ദ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ എസ് സൈൻ തീറ്റ ഇൻറ്റു ഇസഡ് എന്ന് പറയാം. ഇനി ഈ കാണുന്ന ലിക്വിഡ് സർഫസ് എവിടെ വരെ റൈസ് ചെയ്യും, എവിടെ വരെ ഇത് കയറിപ്പോവും? അതിന് ഇക്വിലിബ്രിയം വരുന്നവരെ. അതായത് ഇതിന്റെ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സിനെ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യണം. ഡൗൺവേർഡ് ഫോഴ്സ് ഇവിടെ ആരാ? ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ സ്ലാബ് ആണ്. ഈ സ്ലാബിന്റെ വെയിറ്റ് ആണ് ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ജി ആണ്. എം എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് എഴുതാം. എങ്ങനെയാണ് ഈ വോളിയം ഓഫ് ദ സ്ലാബ് കണ്ടുപിടിക്കുക? ഈ സ്ലാബിന്റെ വോളിയം, ഈ സ്ലാബിന്റെ ലെങ്ത് എക്സ്, ഹൈറ്റ് വൈ, ബ്രെഡ്ത്ത് സെഡ്. അപ്പോൾ വോളിയം എടുക്കുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റോ ജി. അതാണ് നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ്. നമുക്ക് കണ്ടീഷൻ ഫോർ ബാലൻസ് പറയാം. നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെറ്റ് അപ്വേർഡ് ഫോഴ്സ് അല്ലേ. എസ് സൈൻ തീറ്റ ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് റോ ഇൻറ്റു ജി. രണ്ട് സൈഡിലും സെഡ് കട്ട് ചെയ്താൽ എന്താ കിട്ടുക? എസ് സൈൻ തീറ്റയെ ഞാനിവിടെ ടാൻ തീറ്റ എന്ന് എഴുതുക കേട്ടോ. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ടാൻ തീറ്റയെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ എസ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ് വൈ റോ ജി. കഴിഞ്ഞിട്ടില്ല, ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാര്യം ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇവർ രണ്ടുപേരും നോക്കാൻ പോവാം കേട്ടോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എസ് സി എസ് ഇൻറ്റു ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, റോ കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും. സോ ഫൈനലി ആൻസർ എസ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി വൈ എന്ന് കിട്ടും. ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പിന്നെ ഈ 2 ഓപ്ഷൻസ് ആദ്യം കാണുമ്പോഴേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാര്യം ഈ കാണുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് തേർഡ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരേ ആൻസർ തന്നെയാണ്.
അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് വരില്ലല്ലോ. ഇവർ രണ്ടുപേരും ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡിലൂടെ ഓപ്ഷൻ 2ലേക്ക് ആൻസറിലേക്ക് എത്തുക.